എവിടെയാണ്? അയ്യോ ATM കയറാൻ പറഞ്ഞു. കാർഡ് എടുക്കോ? എത്ര ചേട്ടാ? 60 രൂപ. ചേട്ടൻ്റെ കാശ് കൊടുത്തടാ. 60 രൂപ. ഓ അടച്ചേക്ക്. അടയ്ക്കും, അറിയാ. വാ, ഇതാണ് വീട്. ആ കൊള്ളാട്ടോ. ഒരു 2 നില വീട് പോലെ ഉണ്ട്. ആണോ? തോന്നിയില്ലേ? വലിയ അണക്കൊന്നുമില്ല. ആരും ഇല്ലെന്ന് തോന്നുന്നു. അയ്യോ ഞാൻ മുട്ട നീ മുട്ടി. അമ്മ ഇതെന്താണ് ഷൂ ഒക്കെ? ഇതാ വരുന്നു. പുതിയ ഷൂവാ? പുതിയതാ വെച്ച് ഇവിടെ എങ്ങാനും വക്ക് പോയി. അമ്മേ, ഇവിടെ വെച്ച് ആരും കൊണ്ടുപോകുന്നേ. നിന്നൊന്നും വിശ്വസിക്കാം. ഓനെ ഇതാരാ? ഇത് എന്റെ സാറാ. ഹായ് അമ്മ. സംസ്കാരം. നമസ്കാരം. കഴിച്ചോ അമ്മ? അല്ല, നിങ്ങൾ കഴിച്ചോ? ഞങ്ങള് ബാറിൽ അല്ല, ഞാൻ തട്ടുകടയിൽ നിന്ന് കഴിച്ചു. ബാബിക്കു നല്ലായിരുന്നു കേട്ടോ. അയ്യോ, റൂം എവിടെ? അങ്ങോട്ടല്ല, മേളിലേക്ക് വാ. മുകളിലാണോ? ഇപ്പുള്ള സത്യം കുളിച്ച് പറഞ്ഞ് പണി പാളിയാനട്ടാ. സത്യം പറഞ്ഞ് ശീലിച്ചു പോയിന്നേ. ഹായ് ഹായ്. ഒരു മണിലോട്ട് കയറിയുണ്ട്. ഞാൻ ഇവിടെ കിടക്കാം. നിങ്ങൾ എവിടെ കിടക്കണം? അല്ല, ബായിക്കപ്പുറത്ത് വേറെ നല്ല മുറിയുണ്ട്. അയ്യോ, ഞാൻ പുതിയ സ്ഥലത്ത് ഒറ്റ കിടക്കാറില്ല. ഒറ്റയ്ക്ക് കിടക്കണ്ടേ? ഇവൻ കൂടി കൊടുക്കും. കൂടെ കിടക്കും. ഇവന്റെ മുറിയാ. ഇവൻ കിടക്കും. വേണമെങ്കിൽ നമുക്ക് 3 പേര് കൂടെ കിടക്കാട്ടോ. അല്ലല്ല, ഇവിടെ നിന്നെ വെറുതെ തിക്കറക്കായിട്ട് അപ്പുറത്തെ സുഖമായിട്ട് കിടക്കുന്നേ. അവിടെ കിടക്കുന്നേ. ചെല്ലടാ, ഇവിടെ ചെല്ല്. ഓക്കെ, വാ ചെല്ല്. വേണമെങ്കിൽ കിടക്കാൻ അങ്ങോട്ട് വന്നോട്ടെ. എനിക്ക് 2 ആളെങ്കിലും കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. എവിടെ? അപ്പുറത്ത് തന്നെ കാണിക്കണോ? എവിടെയോ ഇങ്ങോട്ട് വാ. പറഞ്ഞപ്പോരെ. ഇതാണ് റൂം. മറ്റേ റൂമായിരുന്നു നല്ലത്. എന്റെ ഈ റൂം അടിപൊളിയല്ലേ? വലിയ കട്ടിലായിരുന്നു. വലിയ കട്ടിൽ എന്തിനാണ്? കിടക്കാൻ സുഖമല്ലേ? എന്ത് കിടക്കാൻ സുഖം? നല്ല രസമാണ് കിടക്കാൻ. ഇത് ഓപ്പൺ ആണല്ലോ. എന്താ ഇയാളെന്താണത്? എന്താ കാണിക്കണത്? അടിച്ചല്ലേ? ഇതെന്തിനാണ് നടക്കണത്? കാണൂലേ? എന്ത് കാണൂലേന്ന്? കിടക്കണത്. ഇയാളെന്ത് മനുഷ്യനാണ്? സിബ്. ഹായ്. കൊള്ളാല. എന്ത് കൊള്ളാന്ന്? ഷോർട്സ്. കിടക്കല്ലേ താൻ? കുളിക്കണല്ലേ? എന്തിനാണ് കുളിക്കുന്നത്? ഫ്രഷ് ആണല്ലേ? ഞാൻ ഫ്രഷ് ആണല്ലോ, ഞാൻ കുളിക്കല്ലോ. ആണോ? അപ്പുറത്താണോ ഇപ്പുറത്താണോ? ഇപ്പുറത്തെ കിടന്നായി. ഞാൻ സെന്ററിൽ കിടക്കാം. സെന്ററിൽ അതിന് 2 പേരല്ലേ ഉള്ളൂ. ഒരാളുടെ ഇപ്പുറത്തായിട്ട് സെന്ററിൽ. അപ്പുറം ഇതൊക്കെ വേഗം വാട്ടെ, ഞാൻ കാത്തിരിക്കും. എന്തിനു കാത്തിരിക്കുന്നു? കിടക്കാൻ. ഒറ്റ കിടക്കാൻ പറ്റില്ല. ഹായ് ഹായ്. എന്തത്? എന്തി നിനക്ക് ഉറക്കൊന്നുമില്ല? നീ എന്തൊക്കെ ഇറങ്ങി നടക്കണേ? അയാളത്ര വെടിപ്പല്ലേട്ടാ. എന്തി? അയാളുടെ വീടേ കുണ്ടന്നൂരാന്ന് തോന്നുന്നു. കുണ്ടന്നൂർ എന്തുട്ടെ? നീ എന്ത് വിശ്വസിച്ചാണ് ഇയാളൊക്കെ വീട്ടിൽ കയറ്റി കിടത്തേണ്? എന്ത് വിശ്വസിച്ചിട്ടാണ്? നിന്നെ വിശ്വസിച്ചിട്ട് നീ കൂടി കൂട്ടിക്കൊണ്ടെന്നല്ലേ? നീ ഉണ്ടായിരുന്നില്ലേ? എന്തുണ്ടായാലും ഞാൻ ആ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയുണ്ട്. അല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതെന്ത് പരിപാടി? ഇത് പരിപാടിയൊന്നുമില്ല. ഞാൻ കുട്ടിയെ നോക്കി ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു ഫേസ്ബുക്കിൽ. ബസ്സിക്കണ്ട സോഫിയുടെ. നീ ഒന്ന് പോയേ മനു. നീ കിടന്നുറങ്ങിയേ. നിനക്ക് ഉറക്കാൻ പറ്റില്ലേ? കിടന്നുറങ്ങും. എന്താണ് സോഫിയുടെ പ്രൊഫൈൽ? സോഫിയുടെ പ്രൊഫൈലൊന്നുമില്ല. നീ പോയേ, കിടന്നുറങ്ങിയേ. ഞാൻ
ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ സോഫിയ. സോഫിയല്ല, പുള്ളി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മനു, മനു മനു മനു, നമ്മുടെ വായന കാണാനല്ലോ. അയാളെ ഇന്നലെ മുറിയിൽ പൂട്ടിയിട്ട് റൂം തുറന്നു നടക്കുന്നുണ്ട്, പുള്ളീനെ അവിടെ കാണാനല്ല. നീ വന്നേ, വായോ. കണ്ടോ തുറന്നു നടക്കണത്? എടാ ബാത്റൂമിലൊന്നുമില്ല, ഞാൻ നോക്കിയതാ. നീ വാ, താഴെ പോയി നോക്കാം. ഉപ്പാവ് റെഡി ആയിട്ടുണ്ടാവോ? എന്നാ ചായ പിടിച്ചിട്ട് പോരാ. നീ ഒന്നും മിണ്ടാണ്ട് വായോ. ഞാൻ എന്തുവാ ഒരു അനക്കുല്ലോ. കിണറ്റിലൊക്കെ നോക്കിയായിരുന്നോ നീ? അമ്മേ, 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 ശരി അമ്മേ. അമ്മേനെ കാണാനല്ലോ. അയ്യോ, എവിടെ? അവിടെ നോക്കി. ഇവിടെ ഒന്നുമില്ല. എന്താ അമ്മ, ശരി അമ്മേ. അമ്മ അമ്പലത്തിലുള്ള വേണ്ട. ഇയാളിത് എവിടെ പോയി കിടക്കും? ടി വി കണ്ടിട്ടുണ്ട്. ഇരിക്കുന്നത് ആ, ഇവിടെ ഇരിക്കണം. വെറുതെ തെറ്റിദ്ധരിച്ചു. പാവം നിസ്കരിക്കായിരുന്നു. രാത്രി വെള്ളടി, രാവിലെ നിസ്കാരം കാലക്കി. നിസ്കരിക്കണല്ല, യോഗ പരിപാടി തോന്നുന്നു. അത് ശരി. പുള്ളിനെ വെറുതെ തെറ്റിദ്ധരിച്ചു. ഒന്നുകൂടി. എന്താണ് ഭായി, നിങ്ങളാകെ മനുഷ്യനെ പേടിപ്പിച്ചോളന്നല്ല. ഇവിടെ 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 നോക്ക്. വാ, അപ്പുറത്തിരിക്കാം. വാ വാ, ഞാൻ സെന്ററിൽ ചെയ്തു. വാ, നീ വെയിലുള്ള കാക്ക തൂറും. ഇല്ല, ക്യാച്ച് ചെയ്യാം കാക്കത്തുടിയാൻ. നല്ല രസം. ഗുഡ് മോർണിംഗ്. ബൈക്ക് ഈ യോഗ പരിപാടിയൊക്കെ ഉണ്ടോ? ആ, ഇടക്ക് ഞായറാഴ്ച മാത്രം. അതെ, ഈ കുതിരനെ പോലത്തെ എന്തെങ്കിലും കിട്ടും ഇങ്ങനെ എക്സസൈസ്, ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച്. ഒരു പശുണ്ട് അപ്പുറത്ത്, അതിനെ ഒന്ന് കറന്നാ മതിയാ. പശുവിനെ പറ്റില്ല. പശുവിനെ തൊട്ടല്ലേ പ്രശ്നമാണ്. ഞാൻ എന്റെ ബോഡി തന്നെ എണ്ണ വെച്ച് പിടിച്ചോളാം. എണ്ണ ഉണ്ടാ? എണ്ണ അടുക്കളയിലുണ്ടാവും. അവിടെ ചോദിച്ചു. എന്തിന് എണ്ണ എടുത്തരാൻ? എണ്ണ അമ്മ ഹായ്. ടെമ്പാലൊക്കെ തൊട്ടുപോരുത് എന്റെ മുട്ടയിൽ. സാധാരണ 6 കിട്ടുന്നത് 5 ഉള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടാവല്ലോ കഴിക്കാൻ. ഒന്നുമില്ല, എപ്പോഴും തീറ്റാന്നുള്ള വിചാരേ ഉള്ളൂ. ഏയ്, നിങ്ങൾ പോയി റെഡിയാവും, നമുക്ക് പെണ്ണാണം പോണ്ടേ? വേഗം റെഡിയാവാൻ നോക്ക്, പോണ്ടേ. ഏയ് അമ്മേ, നിക്കൂ, നോക്കി. അതെ, ഫ്രിഡ്ജിലെ 3 ക്യാരറ്റ് ഇല്ലേ, അതിന് 2 എടുത്ത് ജ്യൂസ് അടിച്ചോ. വേറെ വല്ലതും വേണോ? വെള്ളം ചേർക്കണ്ട, വേറെ ഒന്നും വേണ്ട. 2 മടൽ വെട്ടി കൊടുക്കാൻ വളർന്ന്. അതെന്തിനാ, നിനക്ക് തലക്കൊച്ചെടുക്കാനാണോ? അയ്യേ, രാവിലെ വലിച്ച കോമഡി. ഇനിയും കുറെ പോവാനുണ്ടോ? പോവാണ്ടോ? ഉണ്ടോ? ഓയ് പോവാണ്ടോ? എന്താണ്? ഇനിയും കുറെ പോവാണ്ടോ? ഉണ്ടോ? എനിക്കറിയൊന്നുമില്ല, എനിക്കൊന്നും താല്പര്യമൊന്നുമില്ല. നീ ഇങ്ങനെ ഒന്നും ഇരിക്കില്ലട്ടോ, മുഖമൊക്കെ ഉഷാറാക്കിട്ടിരിക്കും. അതെ അല്ലേ? മുഖത്ത് ഇത്തിരി വീക്കോട്ടർമറിക്ക് തേക്കണ്ടോ? നല്ല കാന്തിയായിരിക്കും. നമുക്ക് അമ്മയടുത്ത് വെറുതെ പോയി എന്നൊക്കെ പറഞ്ഞാലോ? അതെങ്ങനെ ശരിയാവന? വാക്കിന് വ്യവസ്ഥ ഉണ്ട്. പോയി വെറുതെ കണ്ടേക്ക്, കഴിഞ്ഞില്ലേ? നമുക്ക് വേണമെങ്കിലേ കുറച്ച് നേരെ പോയിട്ട് അടുത്ത ജംഗ്ഷൻ എത്തുമ്പോൾ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് ചോദിക്കാം. ശരി. എടാ നമുക്കേ ഇവിടെ ചോദിച്ചു നോക്കാം ഈ കുട്ടിയുടെ ചോദിച്ചോ. ചോദിക്കൂ. ഹലോ ഗേൾസ്. മോളെ ഗീതാഞ്ജലി റോഡ് എവിടെയാണെന്നറിയോ? ഗീതാഞ്ജലി റോഡ്. റോഡോ? ഇവൻ പെണ്ണ് കാണാൻ പോണ വീട്. അവരൊക്കെ ചിരിക്കണ്ട. മനുഹലമ്പല്ലേട്ടാ, നീ പെണ്ണ് കാണാൻ പോണ ഒരു നാട്ടുകാർ മൊത്തം അറിഞ്ഞെന്ന് എനിക്ക് തോന്നണം. എങ്ങനെ അറിയാണ്ടിരിക്കണേ? നീ നടന്ന് നോട്ടീസ് അടിക്കല്ലേ? നിങ്ങൾ ശരിക്കും കസിൻസ് ആണോ അതോ എനിമീസ് ആണോ? അതുണ്ടോ? ഇറങ്ങിക്കോ, ഡീസൻ്റ്. വാ, പുറവശത്ത് കുടിക്കറ. അല്ല, കാറിന്റെ. ഇയാളെന്ത് മണ്ടനാണ്? കേറണോ? പിന്നെ ഹായ്. വാ, ഞാനുണ്ട് കേട്ടോ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അറിയാൻ പാടാത്തതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി. ഭാഗത്തേക്ക് ഇരിക്കാം. ചേട്ടാ ഷെയ്ക്കാൻ. ചമ്മിയില്ലേ? ഇരിക്കൂ. നമസ്കാരം. ഹായ്. ഹലോ. ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇവിടെ പോകുന്നുള്ളൂ. അല്ല, ഞങ്ങള് ഇന്നലെ രാത്രി എറണാകുളത്ത്. ശരി. ഇവരൊക്കെ? ഇതെന്റെ വല്യച്ഛന്റെ മോൻ മനു. ഇതെന്റെ സാറാണ്. മനു കൃഷ്ണൻ ആണോ? തന്നര. ഞാനോ? ഞാൻ കുട്ടിയുടെ അച്ഛൻ. അച്ഛാ. ഇതാരാണ്?
ഞാൻ കുട്ടിയുടെ പാപ്പനാ. പാപ്പയോ? പാപ്പനാന്ന്. പിന്നെ ഇത് അമ്മാവനാ. ചിഞ്ചു കുട്ടി ലഡുവായിട്ട് കുട്ടി വന്നുണ്ട് അവിടേക്ക്. ഇത് കുട്ടിയുടെ അനിയൻ ആദി. ഹായ് ആദി. ലഡു. പിന്നെ അത് അമ്മ. ഓ ചേട്ടമ്മയാ? എന്റെ അല്ല, കുട്ടിയുടെ അമ്മ. കുട്ടിയുടെ കുട്ടീനെ വിളിക്കാം, മോളെ വിളിക്കാം. എന്താണ് ചവക്ക്? കഴിക്കണല്ലേ? ഏയ് വേണ്ട. ഷുഗർ ഉണ്ടോ? ഷുഗർ ഉണ്ട്. തോന്നി. ഹരി, എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാട്ടാ. ബാത്റൂം എവിടെയാണ്? ഒന്ന് കാണിച്ചു കൊടുക്കടാ. ഭയങ്കര വലിയ അല്ല വയറുവേദന. ഇരിക്കട്ടെ. ക്ഷമിക്കണം ചേട്ടാ. അയ്യോ വേമ്പ ചോദിക്കെന്തെങ്കിലും. പേരെന്താ? മഞ്ജു. എന്താ ചെയ്യണേ? ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാ. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മാറി സംസാരിക്കാട്ടോ. അധികം ദൂരേക്ക് വിടാതിരിക്കുന്ന നല്ലത്. അല്ല കുഴപ്പമില്ല. അല്ല, സംസാരിച്ചോളൂ. നാണമാണ്. മുത്തശ്ശന്റെ അതേ സ്വഭാവമാണ്. പക്ഷെ 16 മക്കളായിരുന്നു മൂപ്പർ. അയ്യോ പോ ചെല്ലി. എവിടെ വെച്ചോ? പിന്നെ ഇനി മക്കളുണ്ടോ കെട്ടിക്കാൻ? ഇല്ല, ഇവ മാത്രമേ ഉള്ളൂ. ആ ശരി. എന്ത് ചെയ്യണു? ഞാൻ വിപ്രോല്. വിപ്രോല് എവിടെയാണ്? വിപ്രോല്. നിങ്ങൾ എവിടെയാണ്? അമേരിക്കയില്. സത്യം. എന്തേ? അമേരിക്ക. അതെ, അളിയൻ അമേരിക്ക അല്ല. അകത്തുണ്ട്. വല്യമ്മയാ. ആന്റിയാ. കസിൻസാ. ആളവിടെ ഉണ്ട്. നിങ്ങളൊന്നും സംസാരിക്കുന്നില്ലേ? അപ്പോ ഇതാരാ? അവള് നല്ല മിടിക്കാണ്ടാ. നല്ല സ്മാർട്ടാ. എനിക്കിഷ്ടായി. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. അവള് ഇന്നലെ ഇന്റർവ്യൂ ചെയ്തല്ലേ നമ്മളെ? അല്ലേ? അല്ലെങ്കിൽ ഈ അമ്മമാരൊക്കെ കണ്ടുപിടിക്കുന്ന കുട്ടികളെ അങ്ങനെ ചീത്തയായി പോകുന്നില്ല. നല്ല കുട്ടികളായിരിക്കും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിനി കല്യാണം നടക്കൂലെന്ന് വെച്ചിട്ടേ നല്ല അലമ്പായിരുന്നു അച്ഛന്റെ അടുത്തേക്ക്. കല്യാണം മുടങ്ങി പോയിരുന്നെങ്കിൽ എന്നെ കൊന്നേനെ. കൊന്ന് കൊല വിളിച്ചേനെ. അവർക്ക് അതാണ് ഇഷ്ടമായത്. എന്താണ് ലക്ഷ്മി വിളിക്കണം. എടുത്തോ എന്താന്ന് നോക്കി. കാര്യം അറിയല്ല. എടുക്കണോ? ഹലോ ഹരി, എന്നോട് ഇപ്പോഴും ദേഷ്യത്തിലാണോ? ഞാൻ ഇന്നലെ താൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ആലോചിച്ചു. എനിക്കും തന്നെ ഇഷ്ടാ. ഞാൻ വിളിച്ചിട്ടും താൻ എന്നെ തിരിച്ചു വിളിച്ചില്ല. ലക്ഷ്മി, ഞാൻ തന്നെ വിളിക്കാം. എപ്പോ? എന്റെ കല്യാണം. ഓക്കെ, ശരി എന്നാ. കാലക്ക് പോണേ. ഇപ്പോഴാണ് നീ ഒരു നായകനായത്. ഇപ്പോഴത്തെ പെൺപിള്ളേര് പഠിക്കട്ടെ. പഴയ പോലെ പോസ്റ്റ് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ആൺപിള്ളേര് വരെ പണിക്കൂ. അല്ല പഠിക്കണം. ഇയാളോടെ പോയി ഇങ്ങനെ പോയി. ഇനി റോഡിലെങ്ങാനും ഇറങ്ങിയിരുന്നു യോഗ ഉണ്ടാവൂ. എവിടെടാ? ജാങ്കൂസിന്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ ചേട്ടാ, ഈ വണ്ടിന്ന് കാട്ടിടക്ക പോലത്തെ ഒരു സാധനം വീണണ്ട. നീ ഒന്ന് വിളിച്ചു നോക്കി. നമ്പർ നിന്റെ കയ്യിലില്ലേ? എന്റെ. നീ വാങ്ങിച്ചില്ല നമ്പർ? നീ വാങ്ങിച്ചില്ലേ? ഞാൻ വാങ്ങിച്ചില്ല. അയാളിത് പരിപാടി കാണിച്ചു.
എന്റെ പൊന്നു. വാ നമുക്ക് നോക്കാം. ആ പുള്ളി അങ്ങോട്ട് പോയടാ. പുള്ളി വീട്ടിൽ പോയതായിരിക്കും. പുള്ളിക്ക് വല്ല അത്യാവശ്യമൊക്കെ ഉണ്ടാവും. വീട്ടില പിന്നെ അല്ല പുള്ളിയുടെ പേരെന്താണ്? നീ പേരൊന്നും ചോദിച്ചില്ലേ? ഇല്ല. അല്ല, എന്നാലും പുള്ളി എന്താ പറയാതെ പോയത്? അയാൾ എങ്ങനെയെങ്കിലും പോട്ടെ, നീ എന്താ ടെൻഷൻ അടിക്കണേ? അല്ലേ? കണ്ണ താങ്ക് യു. ഭവന്തു കൃഷ്ണ ഹരി. റോക്ക് ശിഷ്യ.